നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ചിന്തകൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തെയും യാഥാർത്ഥ്യത്തെയും മാറ്റിമറിക്കാൻ കഴിയുമെന്ന്? അതെ, അങ്ങനെയൊരു ശക്തമായ ആശയത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എങ്ങനെയാണ് ചിന്തകളിലെ ഒരു ചെറിയ മാറ്റം ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കം കുറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നിങ്ങളുടെ സ്വന്തം ചിന്തകൾ തന്നെ നിങ്ങളെ ഒരു തടവറയിലിട്ടിരിക്കുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കുമ്പോഴൊക്കെ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പോലെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പഴയ ചങ്ങലകൾ, വ്യർത്ഥമായ ശ്രമങ്ങൾ, കാലഹരണപ്പെട്ട ചിന്താരീതികളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, അത് നമ്മുടെ പുരോഗതിയെ എങ്ങനെയാണ് തടയുന്നത്? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. പഴയതും ദ്രവിച്ചതുമായ ഒരുപാട് കല്ലുകൾ ചുമന്നുകൊണ്ട് ഒരു പുതിയ കെട്ടിടം പണിയാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. ആ ഭാരം നമ്മളെ തളർത്തും, അല്ലേ? നമ്മൾ വെക്കുന്ന ഓരോ ചുവടും വെറുതെയാവുന്ന പോലെ തോന്നും. കാരണം നമ്മുടെ ഉള്ളിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ പുറമേയുള്ള മാറ്റങ്ങൾക്കൊക്കെ എന്തർത്ഥമാണുള്ളത്? ഈ വാക്കുകൾ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പരിമിതി അത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല. അത് നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചങ്ങലകളാണ്. അപ്പോൾ ആ മാനസികമായ ചങ്ങല പൊട്ടിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇതൊരു വലിയ അപകടമാണ് കാണിക്കുന്നത്. അതായത് പഴയ ചിന്തകളുടെയും പാരമ്പര്യങ്ങളുടെയും അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ലോകം പണിയാൻ ശ്രമിക്കുന്നത്. അടിത്തറയ്ക്ക് ബലമില്ലെങ്കിൽ പിന്നെ എത്ര മനോഹരമായ കെട്ടിടം പണിതിട്ട് എന്താ കാര്യം? അതെന്തായാലും തകർന്നു വീഴും. അപ്പോൾ പിന്നെ എന്താണ് മാറ്റത്തിലേക്കുള്ള താക്കോല്? ഉത്തരം വളരെ ലളിതമാണ്. കാലഹരണപ്പെട്ട, നമുക്കിനി ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളെ ഉപേക്ഷിക്കാൻ നമ്മൾ എപ്പോഴാണോ തയ്യാറാകുന്നത്, അപ്പോൾ തന്നെ ഒരു പുതിയ യുഗത്തിന്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം. വിചാരക്രാന്തി അല്ലെങ്കിൽ ചിന്താവിപ്ലവം എന്ന ആ ഒരു ആശയത്തെ നമുക്ക് അടുത്തറിയാം. അപ്പോൾ എന്താണ് ഈ വിചാരക്രാന്തി? ഇതൊരു വെറും വാക്കല്ല. 1957 പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ മുന്നോട്ട് വെച്ച ഒരു വലിയ ദർശനമാണിത്. ശരിക്കുമുള്ള സാമൂഹിക മാറ്റം വരുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് എന്ന് ഈ ആശയം നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കൂ, ആയുധങ്ങൾ കൊണ്ടുള്ള വിപ്ലവവും ചിന്തകൾ കൊണ്ടുള്ള വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഒന്ന് പുറമെയുള്ള സിസ്റ്റങ്ങളെയും ഘടനകളെയുമാണ് തകർക്കുന്നത്. പക്ഷേ മറ്റേത്, അതായത് ചിന്താവിപ്ലവം, അത് മനുഷ്യന്റെ ഉള്ളിലാണ് മാറ്റം വരുത്തുന്നത്, അവന്റെ സ്വഭാവത്തെയാണ് മാറ്റിമറിക്കുന്നത്. അതുകൊണ്ടുതന്നെ ചിന്തകളിലുണ്ടാകുന്ന വിപ്ലവം കൂടുതൽ ശക്തമാണ്, അതിന്റെ ഫലം ശാശ്വതവുമാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ശരിക്കുമുള്ള നിലനിൽക്കുന്ന മാറ്റം തുടങ്ങുന്നത് ആയുധങ്ങളിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. പുറത്തുള്ള ലോകം മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്തയുടെ ലോകമാണ്. നമ്മുടെ ചിന്തകളാണ് ശരിക്കും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ശില്പികൾ. നമ്മൾ ആരായിത്തീരണമെന്ന് പോലും തീരുമാനിക്കുന്നത് അതാണ്. ചിന്തകളെ നല്ലതാക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന നല്ലൊരു തലത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇനി നമുക്ക് 1957 ആ പ്രഭാഷണത്തിൽ നിന്ന് നേരിട്ടുള്ള ചില വാക്കുകളിലേക്ക് പോകാം. ഇത് ഈ ആശയങ്ങൾക്ക് കൂടുതൽ ആധികാരികതയും ആഴവും നൽകും. അദ്ദേഹം പറയുന്നു, ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഒരു വിചാര വിപ്ലവമാണ്. മനുഷ്യന്റെ പതനത്തിന് കാരണം അവന്റെ തന്നെ അധപ്പതിച്ച ചിന്തകളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം എന്താണ്? ഈ വാക്കുകൾ പറയുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ ചിന്തകൾ തന്നെയാണെന്നാണ്. പ്രശ്നത്തിന്റെ ഉറവിടം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിയുന്നതാണ് പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ചോദ്യം ഇതാണ്, എങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റാൻ പറ്റും? അതിനൊരു പ്രായോഗികമായ ഉപദേശമാണിത്. നമുക്ക് ശോഭനമായൊരു ഭാവി വേണമെങ്കിൽ നമ്മുടെ ചിന്തയുടെ ദിശ മാറ്റണം. സ്വാധ്യായത്തിലൂടെയും സത്സംഗത്തിലൂടെയും നിങ്ങളുടെ മനസ്സിനെ ദിവ്യചിന്തകളുടെ കേന്ദ്രമാക്കി മാറ്റുക. സ്വാധ്യായം, അതായത് നമ്മൾ നമ്മളെ തന്നെ പഠിക്കുക. പിന്നെ സത്സംഗം, നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നല്ല ചിന്തകളുടെ ഒരു പവർ ഹൗസായി മാറും. ഇത് ശരിക്കും വളരെ ശക്തമായൊരാശയമാണ്, അല്ലേ? ഒരു വ്യക്തിയുടെ ചിന്തകൾ മാറുമ്പോൾ അവന്റെ സ്വഭാവം മാറുന്നു. സ്വഭാവം മാറുമ്പോൾ യുഗം മാറുന്നു. ഒരാളുടെ ചിന്ത മാറുമ്പോൾ അയാളുടെ പ്രവൃത്തികൾ മാറുന്നു. പ്രവൃത്തികൾ മാറുമ്പോൾ അത് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പേർ മാറുമ്പോൾ ഒരു സമൂഹം മാറും, ഒരു യുഗം തന്നെ മാറും. ഒരു ചെറിയ തീപ്പൊരി ഒരു കാട്ടുതീയായി പടരുന്നതുപോലെയാണിത്. ഓക്കെ, ഇതുവരെ നമ്മൾ ആശയങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. നമ്മുടെ സ്വന്തം വിചാരവിപ്ലവം തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ ഈ വലിയ തത്വചിന്തയെ നമുക്ക് 4 സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. ഒന്നാമതായി നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക.
എല്ലാ വിപ്ലവങ്ങളും തുടങ്ങുന്നത് ചിന്തയിലാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്, നമ്മുടെ മനസ്സിനെ ഉണർത്തുക. അതായത് ആവശ്യമില്ലാത്ത സങ്കുചിത ചിന്തകളൊക്കെ ഉപേക്ഷിച്ച് വിവേകത്തെ കൂട്ടുപിടിക്കുക. മൂന്നാമത്തത്, നമ്മുടെ ഭാവിയെ ഡിസൈൻ ചെയ്യുക. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ നാളെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവസാനമായി, സ്വാഭാവികമായ സന്തോഷം കണ്ടെത്തുക. നല്ല ചിന്തകളുണ്ടെങ്കിൽ സന്തോഷം താനേ വരുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈയൊരു ചർച്ചയിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിലായത്? യഥാർത്ഥ വിപ്ലവം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ചിന്തകളിലാണ്. അതിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി യുക്തിയെ സ്വീകരിക്കലാണ്. കാരണം നമ്മുടെ ഭാവിയെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഏറ്റവും പ്രധാനമായി, യഥാർത്ഥ സന്തോഷം നമ്മൾ എവിടെയും തേടിപ്പോകേണ്ട ഒന്നല്ല. നല്ല ചിന്തകളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി നമ്മളിലേക്ക് ഒഴുകിയെത്തും. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. ഈ സന്ദേശം മുഴുവൻ നിങ്ങളിലേക്കാണ് തിരികെ വരുന്നത്. മാറ്റം വരേണ്ടത് പുറത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം വിചാരവിപ്ലവത്തിന് നിങ്ങൾ എപ്പോഴാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്?